ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. 2019 വ്യാജ പാളിയുണ്ടാക്കി, ചെമ്പുപാളിയുണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർക്ക് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് 2019 നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിക്ക്. എന്നിട്ടും അവർ വീണ്ടും 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാണുണ്ടായത്. ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 30 തിരുവാഭരണം കമ്മീഷണർ പറയുന്നു, ഇത് പുറത്തു കൊണ്ടുപോകരുത്, മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. ഓഗസ്റ്റ് 8 നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തു വിടണമെന്ന് പറയുന്നു. 21 ഓഗസ്റ്റ് 21 ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ദേവസ്വം പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയത് വിറ്റു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ 2025 കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു. 6 കൊല്ലത്തിനുള്ളിൽ 40 വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശം. ദേവസ്വം ബോർഡ് അത് എന്താ പറയുക, ഹൈക്കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവസ്വം മാനുവലിലെ വകുപ്പെടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം കമ്മീഷണറുടെ കത്തുണ്ട്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഞാനല്ല, ഉദ്യോഗസ്ഥരാണ് ഇതിൽ കാരണം. പിന്നെ എന്തിനാണ് പ്രസിഡന്റ്? അല്ല പിന്നെ എന്തിനാ പ്രസിഡന്റ്? ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയാളെന്താ നോക്കുകൂത്തിയാകാനാണ് അവിടെ പോയിരിക്കുന്നത്? അയാളാണ് ഇടപെട്ടത്. ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ വയ്ക്കണമെന്നും. ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി, ഞാനല്ല പറഞ്ഞത്, കോടതി പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 8 അഭിപ്രായം മാറ്റി. ജൂലൈ 30 പറഞ്ഞ അഭിപ്രായം 7 ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റിയതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് കാര്യം. അപ്പോൾ വളരെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ. ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസിൽ. ഇനിയിപ്പോൾ ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്. പൂർണ്ണമായി തള്ളി. കാരണം ഹൈക്കോടതി പറഞ്ഞ് ഇവർക്ക് അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും ഇവർ വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത്. കാരണം ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനമെടുത്തെന്നാണ്. ദേവസ്വം പ്രസിഡന്റിൻ്റെ അത് 21 ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയത്. ആ കത്ത് ഔദ്യോഗിക കത്താണ്.
അതൊന്നും കണ്ടില്ല എന്ന് ഇപ്പോഴത്തെ ദേവസ്വം അല്ല ബോർഡ് നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ അത് പിന്നെ പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രതി അയാൾ പ്രതിയാകേണ്ട ആളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളൻ, കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയോ? കോടതി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മോഷ്ടിച്ച ആളോട് താൻ കട്ടോടോ എന്ന് ചോദിച്ചാൽ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. അത്രയേ ഉള്ളൂ.